മുല്ല പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ധാരാളം കമ്പുകൾ നമുക്ക് ലഭിക്കും. അതിൽ കരുത്തുള്ള കമ്പുകൾ നോക്കി വെറുതെ മണ്ണിൽ ഈ മഴക്കാലത്ത് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളരുകയും ധാരാളം വേരുകളുള്ള കരുത്തുള്ള ഒരു ചെടിയായിട്ട് മാറുകയും ചെയ്യും. ഇത് അങ്ങനെ നേരത്തെ നട്ടു കൊടുത്തൊരു ചെടിയാണ്. നല്ല കരുത്തോടെ വളർന്നിട്ടുണ്ട്, വലിയ ചെടിയായിട്ടുണ്ട്. ഇത് പ്രൂൺ ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ പ്രോട്ടീൻ മിശ്രം കാര്യങ്ങളൊക്കെ ചേർത്ത് പുതിയൊരു ചട്ടിയിലേക്ക് എങ്ങനെ നടുന്നു എന്ന് നോക്കാം. ഈ ചെടിയിൽ മണ്ണിൽ വളർന്നുകൊണ്ട് തന്നെ ധാരാളം വേരുകളുണ്ടാവും. അത് കുറച്ച് വേരുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒരു ചട്ടിയിൽ നടാനുള്ള പാകത്തിലാക്കി എടുക്കാം. കൂടുതൽ വേരുകൾ ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കരുത്തോടെ പുതിയ വേരുകൾ വരാനും വളർച്ച ഉണ്ടാകാനും അത് നല്ലതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് പോട്ടി മിശ്രിതം എടുത്തിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കിയ മണ്ണാണത്. മേൽമണ്ണും മണലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയും കമ്പോസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും ഈ ചെടി കരുത്തോടെ വളരുകയും ധാരാളം പുഷ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതുപോലെ പ്രൂൺ ചെയ്യുന്ന കമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു പൂന്തോട്ടം തന്നെ നിർമ്മിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല കരുത്തുള്ള കമ്പുകൾ നോക്കി നട്ടു കൊടുക്കുകയും വേര് പിടിച്ച കമ്പുകൾ ഇതുപോലെ ചട്ടികളിലോ അല്ലെങ്കിൽ മണ്ണിലോ വൃത്തിയായി നട്ടു കൊടുത്ത് അത്യാവശ്യം വളം ചേർത്ത് കഴിഞ്ഞാൽ നല്ല കരുത്തോടെ വളരുകയും ധാരാളം പൂക്കൾ ലഭിക്കുകയും ചെയ്യും.